നമസ്കാരം. ഇസ്ലാം ലോകത്തിൽ വളരുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഈ മൊബൈലിനകത്ത് വരുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ കാണാം. ഇസ്ലാം വളരുന്നു, ലോകമെമ്പാടും വളരുന്നു. ഞാനിടുന്ന വീഡിയോൻ്റെക്കും താഴെ യൂട്യൂബിൽ അതിൻ്റെ താഴെ കാണാം ഇസ്ലാം വളരുന്നു, ഇസ്ലാം വളരുന്നു. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരുകയാണോ, വളയുകയാണോ, തളരുകയാണോ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം വളർച്ച പല രൂപത്തിലുണ്ട്. ശരിയല്ലായ്മയിലേക്കുള്ള വളർച്ചയുണ്ട്. ആരോ ഒരിക്കൽ സുകുമാർ അഴീക്കോട് തന്നെയാണ് പറഞ്ഞത്, പിന്നിലോടാൻ വേണ്ടിയിട്ട് PT ഉഷ ലോസ് ആഞ്ചലസ് വരെ പോകേണ്ടത്. പിന്നിലോടിയിട്ട് ഫസ്റ്റ്, ഏറ്റവും പിന്നിൽ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട്. അപ്പോൾ ഈ വളർച്ച പിന്നിൽ നിന്നുള്ള വളർച്ചയാണോ, മുന്നിൽ നിന്നുള്ള വളർച്ചയാണോ, മേലോട്ടാണോ, താഴോട്ടാണോ, അതൊക്കെ ചിന്താവിഷയമാണ്. ഇന്നലെ നമ്മളുടെ പഹൽഗാമുണ്ടല്ലോ, അതൊന്നുകൂടി ആവർത്തിച്ചിട്ടുണ്ട്. മതം ചോദിച്ചറിഞ്ഞ് ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ ഇന്ത്യയിൽ വളരുന്നുണ്ടല്ലേ. ഇത്തവണ ജമ്മു കാശ്മീരിലെ കുൽഗാം, KULGAM അല്ലെങ്കിൽ GHAM ആണ് ഈ പഹൽഗാം ആവർത്തിച്ചത്. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 2 ഹിന്ദുക്കളെ, പാവപ്പെട്ട, അവർക്ക് യാതൊരു പൊളിറ്റിക്സുമായിട്ടൊരു ബന്ധവുമില്ല. ഇന്ത്യ തന്നെ മുഴുവൻ എന്താണെന്ന് അവർക്കറിയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി അല്ലേ അതോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ, പാവങ്ങൾ, അഷ്ടിക്ക് വകമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ. ആ തൊഴിലാളികളായിട്ട് 2 പേരെ മതം ചോദിച്ചറിഞ്ഞ് ഉറപ്പ് വരുത്തി വെടിവെച്ച് കൊലപ്പെടുത്തി. ഇത് മറ്റുള്ളവർക്കുള്ള സൂചനയാണ് കേട്ടോ. ആ പാവങ്ങളോട് ഇവർക്കൊരു വൈരാഗ്യമില്ല. ഇവരെന്തിനായിട്ടുള്ള വെടിവെച്ച് കൊന്നത്? ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഭീകര സംഘം ലഷ്കർ-e-തോയിബ. ഈ വളരുന്ന മതത്തിനകത്ത് പെട്ടതല്ലേ ഇവരും? ആണോ അല്ലയോ? ഈ വളരുന്ന മതത്തിനകത്ത് പെട്ടതല്ലേ ഇവരും? അല്ലെന്ന് പറയാൻ പറ്റുമോ? ലഷ്കർ-e-തോയിബയിലുള്ളത് ഹിന്ദുക്കളാണോ, ക്രിസ്ത്യാനികളാണോ? ലഷ്കർ-e-തോയിബ ഭീകരൻ ലത്തീഫ് ഭട്ട ആണ് ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ളത് എന്ന് തെളിഞ്ഞു. അവർ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. കാശ്മീരിലെ കുൽഗാമിൽ വെച്ച് 24 വയസ്സുള്ള ദീപക് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ 28 വയസ്സുള്ള ഭൂപേന്ദ്ര എന്നിവരെയാണ് മുസ്ലിം ഭീകരന്മാർ ഇല്ലാതാക്കി മാറ്റിയത്. കറുത്ത ഒരു ബാഗുമായിട്ടാണ് ഇവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് അവരെത്തിയത്. കയ്യിലൊരു കറുത്ത ബാഗുണ്ട്. ഈ ബാഗിനകത്ത് തോക്കൊളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതൊന്നും ആരും പ്രതീക്ഷിക്കില്ലല്ലോ. തോക്കൊളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവർ വെള്ളം കുടിക്കാനുള്ള ഭാവത്തിലാണ് ഈ 2 പേരുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. അത് കഴിഞ്ഞ് ആ യുവാക്കളോട് അവർ വളരെ സ്നേഹത്തോടു കൂടി ഒരു വെൽഫെയർ എൻക്വയറി എന്നുള്ള നിലയ്ക്ക് അരമണിക്കൂർ അങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്കൊരു വിശ്വാസം വന്നു. അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, പെട്ടെന്നാണ് വെടിവെപ്പുണ്ടായത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ 2 പേരെ വെടിവെച്ച് വീഴ്ത്തിയത്. അതിലൊരാൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനുമാണ്. ഇതിനു മുമ്പ് പഹൽഗാമിൽ സമാനമായിട്ടുള്ള രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ, അതിലൊരു രാമചന്ദ്രൻ നായരോ മറ്റൊരാൾ നമ്മുടെ കേരളത്തിലുള്ള ആളും കൂടി ഉണ്ടായിരുന്നല്ലോ. അവിടെ ഓരോരുത്തരെടുത്ത് വന്ന് ആപ്കാ നാം കിയ എന്ന് ചോദിച്ചിട്ടാണ്, അത് ഹിന്ദു നാമമാണെങ്കിൽ ഉറപ്പ് യമലോകം പോകാം. ആ രീതിയിലാണ് അവിടെ കളികൾ നടന്നത്. നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഈ പഹൽഗാമിൽ. ഒരു പൊളിറ്റീസിലില്ലാത്ത ആൾ, എവിടെ നിന്ന് നോക്കിയോ വന്നെത്തിയ ആളുകൾ. അവർ മനസ്സ് തുറന്ന് ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ഒഴിവ് സമയത്തൊന്നും അവിടെ പോയതാണ്. അവരെയാണ് വെടിവെച്ച് കൊന്നത്. ആക്രമണം നടത്തിയ ശേഷം ഇവിടെ
ഇപ്പോൾ കാശ്മീരിൽ ആക്രമണം നടത്തിയ ശേഷം ഭീകരന്മാർ മറ്റൊരു കൂട്ടാളി കൊണ്ടുവന്ന വാഹനത്തിൽ കയറി അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ആക്രമണത്തിൽ ഉത്തരവാദിത്വം അത് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ലഷ്കർ എ തൊയ്ബ അവരുടെ പോഷക സംഘടനയുണ്ട്. ഇത് വലിയ സംഘടന, അതിന് പോഷക സംഘടനകളൊക്കെ ഉണ്ട്. പോഷക സംഘടനയായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അത് ഏറ്റെടുക്കേണ്ടായി. അപ്പം ഇനി സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേരും മതവും ചോദിച്ചറിഞ്ഞ ശേഷം ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അത് ഹിന്ദു മരിച്ച 2 പേരല്ല, അത് പ്രതീകങ്ങളാണ്. നമ്മളിപ്പോൾ ദേശീയ പതാക കത്തിച്ചു കളഞ്ഞാൽ ഇന്ത്യ കത്തുവോ? പക്ഷേ ഇന്ത്യയുടെ ഹൃദയം അതിൻ്റെ ഭാവന അതാണ്, ഞങ്ങൾ ഇന്ത്യയെ കത്തിക്കുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക നമ്മൾ ചവിട്ടുന്നു, ഈ കുറ്റമാണ്. കാരണം എന്താണ്? അതിലൂടെ അവരുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വരുന്നത്. ഇതുപോലെ ഹിന്ദുക്കളോടുള്ള വൈരാഗ്യം, ഹിന്ദുക്കളോടുള്ള ഹൈന്ദവ സിസ്റ്റംസിനോടുള്ള എതിർപ്പ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ നമുക്കറിയാലോ, ഇന്ത്യ 3ആയിട്ട് പിളർന്നു. എന്നിട്ട് ഇവിടെ കുറേ ആൾക്കാർ അവശേഷിച്ചിട്ടുണ്ട്. അവരെ ആ ശൊല്ല തീർക്കാൻ വേണ്ടി അവർക്ക് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ കൊടുത്തു, ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് കൊടുത്തു. ഇവിടെ നിൽക്കേണ്ടവരോട് ഇവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. ഇപ്പം അത് പുലിവാലായിട്ട് മാറി, പൊല്ലാപ്പായിട്ട് മാറി. ഈ ലഷ്കർ എ തൊയ്ബ കടന്നു വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് കടന്നു വരുന്നത്. അവർ അഫ്ഗാനിസ്ഥാൻ എല്ലായിടത്തും ഉള്ളവരാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഏതായാലും ഇവിടെ വന്ന് നിരപരാധികളായിട്ടുള്ള ഈ ആളുകൾ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ പേര് ചോദിച്ചറിഞ്ഞ് ഉറപ്പ് വരുത്തി. അരമണിക്കൂർ സംസാരിച്ചപ്പോൾ മനസ്സിലായല്ലോ ഇവർ ആരാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ചോദിച്ച് മനസ്സിലായിട്ട് കൃത്യമായിട്ട് അത് അറിയാതെ പോലും ഒരു മുസ്ലിമിനെ വെടിവെച്ച് കൊല്ലാൻ പാടില്ലേ. ആയതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലുന്നവർ കൃത്യമായിട്ടും അവരുടെ പേരും മേൽവിലാസം എല്ലാം കഴിഞ്ഞ് ഹിന്ദു ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കൊല്ലുന്നത്. ഈ മറ്റേ ജനങ്ങളിൽ ഭീതി വളർത്തുക, ജനങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഭിന്നതയുണ്ടാക്കുക, ഇതാണ് വാസ്തവത്തിൽ ഇവരുടെ ഉദ്ദേശ്യം. TRF എന്ന് പറയും, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് പറയുക. TRF അത് ആംഡ് മിലിറ്റൻസ് ഗ്രൂപ്പാണ്. അത് ഇവരെ ഈ കാശ്മീരിൽ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പല രൂപത്തിൽ ആണ് ഭീകരത നടമാടുന്നത്. പഹൽഗാം മോഡൽ, ഹിന്ദുവിനെ മാത്രം പേര് ചോദിച്ച് ഉറപ്പിച്ച് വെടിവെച്ച് കൊല്ലുക. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നുള്ളൊരു സൂചനയാണത്. ആ ഉള്ളിൽ അഗ്നി കാത്തു സൂക്ഷിക്കുന്നുണ്ടതിൻ്റെ സൂചനയാണത്. ഇന്ത്യ ഞങ്ങളുടേതായിരുന്നല്ലോ. ഇവിടെ ഉത്തരേന്ത്യയുടെ വലിയൊരു ഭാഗവും ദക്ഷിണേന്ത്യയുടെ മറാത്ത ഭാഗങ്ങളൊക്കെയും ഭരിച്ചിരുന്ന മുഗളന്മാരായിരുന്നല്ലോ. ആ മുഗളന്മാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായില്ല? അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ സമയത്ത് കിട്ടിയത് ഹിന്ദുക്കളുടെ കയ്യിലാണ് കിട്ടിയത്. അതല്ലെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു. അതിനവർക്ക് അതുകൊണ്ട് ഇന്ത്യ വിഭജിച്ച സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ കൂടുതൽ തളയ്ക്കാൻ പറ്റിയില്ല എന്നർത്ഥം. പിന്നെ അതിൻ്റെ അവശിഷ്ടം, നെഹ്റുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചത്ത കുതിര എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും അതിൻ്റെ ആളുകൾ ഇപ്പോൾ വീണ്ടും ചെറിയ രൂപത്തിൽ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലിയ രൂപത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അത് അനുഭവവേദ്യവുമാണല്ലോ. ഏതായാലും ഇവിടെ ജനങ്ങൾ തമ്മിലൊരു ഭിന്നതയുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, രാജ്യങ്ങൾ തന്നെ തമ്മിൽ ഭിന്നതയുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, ഇതാണ് ഒരു ഉദ്ദേശ്യം. അതിന് പല രൂപത്തിൽ വരുന്നു. പഹൽഗാം മോഡലിൽ ഒരു സുപ്രഭാതത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുടെ പേര് ചോദിച്ച് അല്ലെങ്കിൽ പൊട്ടുന്ന കുഴിക്ക് ഉണ്ടെന്ന് വെച്ചാൽ അവരെ വെടിവെച്ച് കൊല്ലുന്നു. സ്പെയിൻ മോഡലിൽ, സ്പെയിൻ ഞങ്ങളുടെ രാജ്യമാണ്, ആ രാജ്യം ഞങ്ങൾക്ക് വേണം. അവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. കയറി ചെല്ലുന്നവരെ സ്പെയിൻ അടിക്കുന്നു, തിരിച്ചു വരുന്നവരെ ടർക്കി അടിക്കുന്നു, ടർക്കി അവിടെ പിടിച്ചു കയറ്റുന്നു. ആരാണ് ഇതിൻ്റെ പുറകിൽ? ആസൂത്രിതമാണ് കാര്യങ്ങൾ. സ്പെയിൻ വീണ്ടും കീഴടക്കാൻ ആദ്യം ഇവിടെ കടൽ കടന്ന് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്നു. പാവപ്പെട്ടവരാണ് നിങ്ങളെ, നമ്മളുടെ പണ്ടൊക്കെ പിച്ചക്കാരുമല്ലേ അപ്പാ എന്നും പറഞ്ഞ് സ്പെയിനിലേക്ക് കയറി ചെല്ലും. കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേഷം കെട്ട് തുടങ്ങും അവിടെ.
മദ്രസയായി, പള്ളിയായി, വാങ്കുവിളിയായി, പിന്നെ സ്ഫോടനങ്ങളായി. ഇതൊന്ന് അനുഭവിക്കുകയാണ്, ഓരോ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടൊക്കെയും പിരികൊള്ളുകയാണ്. അതിപ്പോൾ ആ വൈറസ് ഇപ്പോൾ സ്പെയിനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അത് പടർന്ന് യൂറോപ്പ് മുഴുവൻ പടർക്കും. എന്തോ ഭാഗ്യത്തിന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ അപ്പോഴേക്കും സംഘപരിവാരം അധികാരം ഏറ്റെടുത്ത കാരണമുണ്ട്. ഇവിടെ ഇനി അതിന് രക്ഷയില്ല. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും എന്നുള്ള അവസ്ഥ ആ ഒരു 56 ഇഞ്ചുള്ള നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം ഇവിടെ അതിന് രക്ഷയില്ല. അതിൻ്റെ കാര്യത്തിൽ അത് ഇളവുണ്ടാവാൻ പോകുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് വി ഡി സവർക്കർ എഴുതി വെച്ച കാര്യം, വി ഡി സവർക്കറുടെ ഐഡിയ പിന്നീട് കൃത്യമായിട്ട് പരസ്യമായിട്ട് യാതൊരു സംശയത്തിന് ഇടവരുത്താതെ MS ഗോൾവാൾക്കർ എഴുതി വെച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവിൽ അഗ്രിമസ്ഥാനം വഹിക്കുന്ന മുസ്ലിങ്ങളാണെന്ന്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് അവരുടെ തരികട അവിടെ നടക്കില്ല എന്ന് സാരം. അതുപോലെ ഇപ്പോൾ സ്പെയിൻ മോഡൽ, അങ്ങനെ അമേരിക്കൻ മോഡൽ അധികാരം പിടിച്ച് പതുക്കെ 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 കയറി വരുന്ന ഇത്. അതുതന്നെയാണ് ബ്രിട്ടനിലും നടന്നത്. മേയറാവുക, MP മാരാകുക, അവരതിനെ അനുവദിക്കുന്ന കാരണം എന്താ? മതേതരത്വ ഭാവന. ഞങ്ങൾ വളരെ വികസിത വ്യക്തിത്വമുള്ളവരാണ്, വികസിത വ്യക്തിത്വമുള്ള ഒരു രാജ്യമാണ് ഞങ്ങളുടേത് എന്നും പറഞ്ഞ് അവരൊന്ന് കുനിഞ്ഞു കൊടുക്കും. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയോ അവസാനം അവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ ഈ വക ഭീകരന്മാർ എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലപ്പോഴായിട്ട് മലപ്പുറം മലബാർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പാകിസ്ഥാൻ പൗരന്മാരെ പൊക്കുന്നുണ്ട്. ഒരു മാസം മുമ്പാണ് കരുനാഗപ്പള്ളിയിൽ ബംഗ്ലാദേശ് പൗരനെ രഹസ്യമായിട്ട് അവിടെ താമസിക്കുകയാണ് അവിടെ. എന്നിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവിടെ വേണ്ടുന്ന പാസ്പോർട്ടും ആധാർ കാർഡൊക്കെ ഉണ്ടാക്കാനുള്ള ഏജൻസി പോലും അവിടെ ഉണ്ടെന്നർത്ഥം. അതെന്നാൽ ഈ കൂട്ടത്തോടു കൂടി വലിയ സംഭവമായിട്ട് മാറുമെന്ന് അറിയില്ല. പക്ഷേ ഉണ്ട്. മലബാർ സൈഡിൽ ഒരുപാട് പാകിസ്ഥാനികൾ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നർത്ഥം. എപ്പോഴും ഏത് വഴിക്കാണ് കുത്തുകിട്ടുകയെന്നറിയില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് ഒഴുക്കാണ്. കാരണം എന്താണ്? ഉത്തരേന്ത്യയിലാണ് ശല്യം. ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് നടക്കുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, ഗുജറാത്ത് സംഭവത്തിന് ശേഷം തന്നെ തുടങ്ങിയതാണ്. അവിടെ എന്നും സ്ഫോടനമാണ്, അടിയ തല്ലാണ്. ആയതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലേക്കാണ് കൂടുതൽ വരുന്നത്. എനിക്കറിയാവുന്ന ഒരാൾ ആഴ്ചകൾക്ക് മുമ്പാണ്, ട്വിൻസാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. 2 പേരും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് 4 വർഷത്തെ കോഴ്സാണ്, ചെറിയ കോഴ്സല്ല. അതിന് 2 പേരും ബോംബെയോ അല്ലെങ്കിൽ ഡൽഹിയോ കൽക്കട്ടയല്ല തിരഞ്ഞെടുത്തത്, മദ്രാസ തിരഞ്ഞെടുത്തത്, മറ്റേ ചെന്നൈയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇവിടേക്ക് ഒരു ഒഴുക്കാണ്, കുറച്ച് സമാധാനമുണ്ട്, അതിൻ്റെ പേരിൽ ആ ഒഴുക്ക്. അതുകൊണ്ട് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ഈ 2 കുട്ടികളെ തമിഴ്നാട്ടിലാണ് എത്തിച്ചത്. ഇനി കേരളം, ഇപ്പോൾ ഉത്തരേന്ത്യക്കാരിപ്പോൾ ദക്ഷിണ കേരളത്തിൽ പ്രവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണ കേരളമാണ് കുറച്ചുകൂടി നല്ലത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടിയും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയ ഇടം, അപകടങ്ങളില്ലാത്ത ഇടം. ഇനി എത്ര നാളതുണ്ടാവുമെന്നറിയില്ല. ഇനി കേരളവും ഈ ഭീകരന്മാർ താമസിയാതെ അവരെ പ്രപഞ്ചമാക്കും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല പിള്ളേരും മുസ്ലിം നാമധാരികൾ. അപ്പോൾ ഞാൻ എന്ത് പറയണം? മുസ്ലിം നാമധാരികൾ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയണം ഫേക്കായിരിക്കും കേട്ടോ. ആയിരക്കണക്കിന് മുസ്ലിം നാമധാരികൾ വന്ന് ഇതിനകത്ത് എൻ്റെ വീഡിയോൻ്റെ താഴെ എഴുതണ കാണാം. ഇസ്ലാം വളരുകയാണ്. ഓക്കെ, ഈ അൽ ഖ്വയ്ദ ഇസ്ലാമല്ലേ? താലിബാൻ ഇസ്ലാമല്ലേ? ISIS ഇസ്ലാമല്ലേ? സിറിയയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാം പങ്കെടുത്ത് നടത്തുന്നതല്ലേ? ഗാസയിൽ നടന്നു പോയ കാര്യങ്ങൾ, ദാസപ്പില്ല. ലെബനോനിൽ ലഷ്കർ തോയിബ, ഹമാസ്, ഇതൊക്കെ മുസ്ലിങ്ങളല്ലേ? ഹൂത്തികൾ മുസ്ലിങ്ങളല്ലേ? ഹിസ്ബുള്ള ഞാൻ പറഞ്ഞു, ലഷ്കർ തോയിബ, ഇതൊക്കെ ചേർന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളും ചേർന്നിട്ടല്ലേ നിങ്ങൾ പറയുന്നത് ഇസ്ലാം വളരുകയാണെന്ന് പറയുന്നത്? സ്പെയിനിലേക്ക് കടൽ നീന്തി കടന്ന് അധിനിവേശം നടത്തുന്നവരും ഈ വളർച്ചയുടെ ഭാഗമല്ലേ സുഹൃത്തുക്കളെ? ആയതുകൊണ്ട് ഈ വളർച്ച ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ? വലിയൊരു ചോദ്യം കേട്ടോ. നമസ്കാരം.